ഹായ് മൈ ഡിയർ സ്റ്റുഡൻസ്, വെൽക്കം ബാക്ക് ടു എഡെക്സി ലേണിംഗ്. സോ ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്ന ടോപ്പിക് എന്ന് പറയുന്നത് ഇഡിയംസ് ആൻഡ് ഫ്രേസസ് ആണ്. അപ്പോൾ നിങ്ങളുടെ വെർബൽ എബിലിറ്റിക്കകത്ത് ഒരുപാട് സബ് ടോപ്പിക്സ് ഉണ്ട് അല്ലേ. അപ്പോൾ അതിൽ ഏറ്റവും എന്താ പറയുക എളുപ്പമുള്ളൊരു ടോപ്പിക് എന്ന് പറയുന്നത് സിനോണിംസ് ആൻഡ് ആന്റണിംസ് ആണ്. ആൻഡ് അതുപോലെ തന്നെ മറ്റൊരു എളുപ്പമുള്ള എന്നാൽ കുറച്ച് ട്രിക്കി ആയിട്ടുള്ളൊരു പോർഷനാണ് എന്തെന്ന് പറഞ്ഞാൽ ഇഡിയംസ് ആൻഡ് ഫ്രേസസ് എന്ന് പറയുന്നത്. അപ്പം ഇതെന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് ചിലത് വളരെ ട്രിക്കി ആയി ടഫായൊക്കെ വന്നേക്കാം, ചില ക്വസ്റ്റ്യൻസ് ചില ഇഡിയംസ് ഒക്കെ കാണുന്ന സമയത്ത്. നേരെ മറിച്ച് ചിലതാണെങ്കിൽ നിങ്ങൾക്കൊന്ന് ഇരുത്തി വായിച്ചാൽ അതിൻ്റെ മീനിങ്ങും ക്വസ്റ്റ്യൻ ആൻസറും ഒക്കെ കിട്ടാവുന്നതേ ഉണ്ടാവുള്ളൂ. അങ്ങനത്തെ ഒരു രീതിക്കായിരിക്കും ഇതിൽ നിന്ന് വരുന്ന ക്വസ്റ്റ്യൻസ് ഉണ്ടാവുക. ഓക്കെ, സോ നമുക്ക് ഈ ഒരു ടോപ്പിക്കിലേക്ക് പോകുന്നതിന് മുന്നേ നമുക്ക് എന്ത് ചെയ്യാം, ഫസ്റ്റ് ഓഫ് ഓൾ നമുക്ക് ഇഡിയംസ് എന്താണെന്നുള്ളത് പറഞ്ഞു പോകാം. അപ്പോൾ കുറേ പേർക്ക് അറിയായിരിക്കും, കുറേ പേർക്ക് അറിയില്ലായിരിക്കും. ചിലപ്പോൾ ഞാൻ പറയുന്ന സമയത്ത് നിങ്ങൾക്ക് പെട്ടെന്ന് ക്യാച്ച് ചെയ്യാൻ പറ്റുകയും ചെയ്യും. ഓക്കെ, അങ്ങനത്തെ ഒരു സംഭവമാണ് ഇഡിയം. എന്താണ്? Idioms are fixed expressions whose meaning cannot be interfered from individual words. Okay, അതായത് അതൊരു എന്താ പറയുക, ഈ ഒരു ഇഡിയമാറ്റിക് ഫ്രേസസ് എന്ന് പറയുമ്പോൾ ഇതിൻ്റെ മീനിങ് നമുക്ക് ഒരിക്കലും അതിൻ്റെ ലിറ്ററൽ മീനിങ് ആയിട്ട് കണക്ട് ചെയ്യാൻ പറ്റില്ല. അതിൻ്റെ ഓരോ വേർഡ് ബൈ വേർഡുള്ള മീനിങ് ആയിട്ട് നമുക്ക് അതിനെ കണക്ട് ചെയ്യാനേ പറ്റില്ല. ഓക്കെ, അത് പറയുന്ന വേറെ ഒന്നായിരിക്കും, പക്ഷെ അതിൻ്റെ മീനിങ് ഉള്ളിലുള്ള മീനിങ് എന്ന് പറയുന്നത് വേറെ തന്നെ ആയിരിക്കും. ഓക്കെ, അപ്പം ഇപ്പം നമുക്കിപ്പോൾ മലയാളത്തിൽ പറയുകയാണെങ്കിൽ ഇപ്പം നമ്മൾ പറയും കയ്യും കണക്കും ഇല്ല എന്ന് പറയും അല്ലേ. എനിക്ക് എൻ്റെ കഷ്ടപ്പാട് കയ്യും കണക്കും ഇല്ല, അല്ലെങ്കിൽ എനിക്ക് പണിക്ക് കയ്യും കണക്കും ഇല്ല എന്നൊക്കെ പറയും. ഈ കയ്യും കണക്കും ഇല്ല എന്ന് പറഞ്ഞാൽ എന്താണ് അർത്ഥം? അതിനർത്ഥം കൈ, നമ്മുടെ ഹാൻഡ് അതില്ല, അതേപോലെ കണക്ക് അതില്ല, അതാണോ? അല്ല, അതിനെന്തോ ഒരു പരിധിയില്ല എന്നുള്ളതാണ് അർത്ഥം അല്ലേ. അതേപോലെ ഇംഗ്ലീഷിലും ഒരുപാട് ഇതുപോലത്തെ ഇഡിയോമാറ്റിക് ഫ്രേസസ് ഉണ്ട്. ഓക്കെ, അപ്പം അത് ലിറ്ററലി നമുക്ക് ആ ഒരു വാക്കുകൾ വെച്ചിട്ട് അതിൻ്റെ മീനിങ് ഡിഫൈൻ ചെയ്യാൻ പറ്റില്ല. അതിൻ്റെ ഉള്ളിൽ ഒരു മീനിങ് ആയിരിക്കും ഉണ്ടാവുക. ഓക്കെ, അതാണ് എന്തെന്ന് പറയുന്നത്, ഇഡിയംസ് എന്ന് പറയുന്നത്. ഓക്കെ, ഇപ്പം ഇംഗ്ലീഷിൽ നമുക്ക് ഇതിന് ഒരുപാട് എക്സാമ്പിൾസ്, ചിലപ്പോൾ ഞാനിത് പറഞ്ഞു തന്നപ്പോൾ തന്നെ നിങ്ങളുടെ മൈൻഡിലൂടെ ഒരുപാട് കാര്യങ്ങൾ പോകുന്നുണ്ടാവും അല്ലേ. ഇപ്പം എന്താ പറയുക, കാറ്റ് ഓൺ എ വാൾ എന്ന് പറയും നമ്മൾ അല്ലേ. കാറ്റ് ഓൺ എ വാൾ എന്ന് പറഞ്ഞാൽ എന്താണ്? അതിപ്പോൾ നമുക്ക് അതിന് ആ ഒരു എക്സ്പ്രഷൻ നമ്മൾ പറയാൻ പറ്റും, അതൊരു ചാൻസ് ആണ് അല്ലെ, പ്രോബബിലിറ്റി പറയാൻ വേണ്ടിയിട്ട്. ഇപ്പോൾ എക്സാം പാസ്സാവുമോ എന്നൊക്കെ ചോദിച്ചാൽ എന്താണ് കാറ്റ് ഓൺ എ വാൾ എന്ന് പറഞ്ഞാൽ ചിലപ്പോൾ അത് പൊട്ടാം, ചിലപ്പോൾ എന്താ ആവും ചെയ്യാം. അങ്ങനത്തെ ഒരു രീതിക്ക് നമുക്ക് ആൻസർ ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് എന്ത് ചെയ്യാം, കാറ്റ് ഓൺ എ വാൾ എന്ന് യൂസ് ചെയ്യാം. ഇതേപോലെ തന്നെ എന്താണ്, നമുക്ക് ഇറ്റ് റെയിൻസ് കാറ്റ് ആൻഡ് ഡോഗ്സ് എന്ന് പറയും അല്ലേ. അതെന്താണ്, വളരെ ഹെവി റെയിൻ അല്ലെ, ഹെവി ആയിട്ടുള്ള റെയിൻ ആണ് നമ്മൾ അങ്ങനെ പറയുന്നത്. അപ്പോൾ ഇതേപോലെ ഒരുപാട് ഇഡിയംസ് ഉണ്ട്. അപ്പോൾ ഇതെല്ലാം നിങ്ങൾ എല്ലാം കവർ ചെയ്ത് നടക്കില്ലെങ്കിൽ നമ്മൾ കുറേയൊക്കെ എന്ത് ചെയ്യുക, കവർ ചെയ്തിട്ട് പോകാൻ വേണ്ടി ശ്രദ്ധിക്കുക. അത് കവർ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, ആ ഒരു പോർഷനിൽ നല്ല രീതിക്ക് മാർക്സ് സ്കോർ ചെയ്യാൻ വേണ്ടി പറ്റും. ഓക്കെ, സോ നിങ്ങൾക്കിത് എക്സാമിന് ഉള്ള ഒരു രീതി പറയുകയാണെങ്കിൽ ചിലപ്പോൾ ഫിൽ ഇൻ ദ ബ്ലാങ്ക് വിത്ത് അപ്രോപ്രിയേറ്റ് ഇഡിയം എന്നുള്ള രീതിക്ക് ക്വസ്റ്റ്യൻസ് വരാറുണ്ട്. ആൻഡ് ഐഡൻറ്റിഫൈങ് കറക്റ്റ് മീനിങ്സ് ഫ്രം ഓപ്ഷൻസ് എന്നുള്ള രീതിക്ക് വരും. ആൻഡ് സെൻറ്റൻസ് കംപ്ലീഷൻ എക്സസൈസ്, എറർ ഡിറ്റക്ഷൻ, ഇഡിയോമാറ്റിക് യൂസേജ്, കോംപ്രിഹെൻഷൻ പാസേജസ് കണ്ടെയ്നിങ് ഇഡിയംസ്, ഈ ലെവലിലൊക്കെയാണ് നോർമലി നമ്മളെ എക്സാംസിന് ചോദിക്കാറുള്ളത്. പക്ഷേ നിങ്ങൾക്ക് അധികം നമ്മൾ കണ്ടുവരാം അതിൻ്റെ കറക്റ്റ് മീനിങ് എടുക്കുന്നതായിട്ടുള്ള എന്തായിരിക്കും രീതിക്കുള്ള ക്വസ്റ്റ്യൻസ് ആയിരിക്കും. ഓക്കെ, സോ ഇത്രയുമാണ് ഈ ഒരു ഇഡിയംസിൻ്റെ ഒരു ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ പറയാനുള്ളത്. ആൻഡ് ഇനി നമുക്ക് എന്ത് ചെയ്യാം, കുറച്ച് ഇഡിയംസിലേക്ക് പോവാം അല്ലെ. ഇഡിയംസ് എന്താണ്, ഓരോ ഇഡിയംസും അതിൻ്റെ മീനിങ്സും ഒക്കെ ഡിസ്കസ് ചെയ്യാം. അപ്പം നമ്മളിവിടെ ഞാൻ എടുത്തിട്ടുള്ളത് നമ്മൾ ഓരോ കാറ്റഗറൈസ് ചെയ്തിട്ടുള്ള ഇഡിയംസ് ആണ്, അതായത് ഓരോന്നായിട്ട് റിലേറ്റ് ചെയ്യുന്ന. ഓക്കെ, ഇപ്പം എന്താ പറയുക, നമുക്ക് ഡീറ്റെയിൽഡ് ആയിട്ട് ഡിസ്കസ് ചെയ്യാനുള്ള ഇപ്പോൾ ആനിമൽസിന് റിലേറ്റ് ചെയ്തിട്ടുള്ള, ഇപ്പോൾ കളേഴ്സിന് റിലേറ്റ് ചെയ്തിട്ടുള്ളത്, ഇങ്ങനെ ഓരോരോ കാര്യങ്ങളായിട്ട്, ഫുഡായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള, ഇങ്ങനെ ഓരോരോ കാര്യങ്ങളായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള രീതിക്കാണ് നമ്മൾ ഇന്നത്തെ സെഷനിൽ എന്ത് ചെയ്യാൻ പോകുന്നത്, ഇഡിയംസിനെ പഠിക്കാൻ പോകുന്നത്. ഓക്കെ, സോ നമുക്ക് ഫസ്റ്റ് ഓഫ് ഓൾ കോമൺ ആയിട്ട് നമുക്ക് ആനിമൽസുമായിട്ട് റിലേറ്റ് ചെയ്ത് വരുന്ന കുറച്ച് എന്ത് ചെയ്യാം, ആനിമൽസ് ആയിട്ട് റിലേറ്റ് ചെയ്ത് വരുന്ന പറയുമ്പോൾ കുറച്ച് എളുപ്പത്തിൽ പഠിക്കാൻ പറ്റും. ഓക്കെ, റിലേറ്റഡ് ആയിട്ട് വരുന്ന കുറച്ച് ഇഡിയംസ് നമുക്ക് നോക്കാം, അതിൻ്റെ മീനിങ്ങും. സോ ഫസ്റ്റ് ഓഫ് ഓൾ എന്ന് പറയുന്നത് എ വൈറ്റ് എലഫൻറ്റ് ആണ്. ഓക്കെ, എ വൈറ്റ് എലഫൻറ്റ്. അപ്പം ഈ വൈറ്റ് എലഫൻറ്റ് എന്ന് പറയുമ്പോൾ വേർഡ് മീനിങ് നോക്കിയാൽ നമുക്കറിയാം എന്താ, ഒരു വെള്ള ആന അല്ലേ. വെള്ള ആന നോർമലി ഐരാവതം അല്ലേ, അങ്ങനെ അതാണോ ഉദ്ദേശിച്ചത്? അല്ല, പകരം എന്താണ് അതിൻ്റെ മീനിങ്? എ പൊസിഷൻ that is useless or troublesome, that is especially one that is expensive to maintain. ഓക്കെ, അതായത് ഭയങ്കര ട്രബിൾ ആയിട്ട് നിൽക്കുന്നത് അല്ലേ, നമ്മൾ വഴി ഒരു തടസ്സമായിട്ട് നിൽക്കുന്ന ഒരു സംഭവത്തിന്, ഭയങ്കര ട്രബിൾ ആയിട്ടുള്ള ആ ഒരു കാര്യത്തിനെയാണ് നമ്മൾ എന്ത് ചെയ്യുക, വൈറ്റ് എലഫൻറ്റ് എന്നുള്ള രീതിക്ക് പറയാം. ഓക്കെ, അപ്പോൾ അതായത് ഇപ്പോൾ ഇതിനൊരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ദ ഓൾഡ് സ്റ്റേഡിയം ബിക്കം എ വൈറ്റ് എലഫൻറ്റ് ഓഫ് ദ സിറ്റി. ഓക്കെ, എന്താ ഇപ്പോൾ പറഞ്ഞത്, ആ ഒരു സിറ്റിയുടെ ആ ഒരു ഓൾഡ് സ്റ്റേഡിയം എന്താണ്,
ഒരു ട്രബിൾ ആയിട്ട് അല്ലെ, ഒരു ബുദ്ധിമുട്ടായിട്ട്, ഒരു യൂസ്ലെസ് ആയിട്ടുള്ള ഒരു കാര്യമായിട്ടാണ് അത് അവിടെ ഉള്ളത് എന്ന് പറയുകയാണ്. ഓക്കെ, അപ്പം ആ ഒരു ഇഡിയം കംപ്ലീറ്റ് ചെയ്തു നമ്മൾ. അതിപ്പോൾ മനസ്സിലായല്ലോ. ഇനിയിപ്പോൾ ആ ഒരു വൈറ്റ് എലിഫന്റ് എവിടെ കേട്ടാൽ നിങ്ങൾക്ക് ആ ഒരു മീനിങ് ഓർമ്മയിൽ ഉണ്ടാവുമല്ലോ. ഓക്കെ, അതേപോലെ ഇനി അടുത്ത് വരുന്നത് ലെറ്റ് ദ ക്യാറ്റ് ഔട്ട് ഓഫ് ദ ബാഗ്. അത് കേൾക്കുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാവും, ലെറ്റ് ദ ക്യാറ്റ് ഔട്ട് ഓഫ് ദ ബാഗ്. നമുക്ക് നോർമൽ മീനിങ് അറിയാണെങ്കിൽ പൂച്ചേനെ ബാഗിൽ നിന്ന് പുറത്തേക്ക് എടുക്കാനാണ് പറയുന്നത്. പക്ഷേ പൂച്ചേനെ ബാഗിൽ നിന്ന് പുറത്തെടുക്കുന്ന അല്ല അവിടുത്തെ വിഷയം. എന്താണ്? ടു റിവീൽ എ സീക്രട്ട് കെയർലെസ്ലി ബൈ മിസ്റ്റേക്ക്. നമ്മൾ ബൈ മിസ്റ്റേക്ക് നമ്മളടുത്ത് ആരും പറയുന്നത് പറഞ്ഞ സീക്രട്ട് നമ്മൾ വായിൽ നിന്ന് വീണ് പോകുന്ന ഒരു സിറ്റുവേഷൻ ഉണ്ടാവും അല്ലേ. അപ്പോൾ അതിനാണ് ലെറ്റ് ദ ക്യാറ്റ് ഔട്ട് ഓഫ് ദ ബാഗ് എന്ന് പറയുന്നത്. ഓക്കെ, ആൻഡ് ഹി ലെറ്റ് ദ ക്യാറ്റ് ഔട്ട് ഓഫ് ദ ബാഗ് അബൌട്ട് ദ സർപ്രൈസ് പാർട്ടി. അപ്പോൾ സർപ്രൈസ് പാർട്ടിനെ കുറിച്ചുള്ള ആ ഒരു സർപ്രൈസ് കൊടുക്കാൻ നമുക്ക് പ്രതീക്ഷിക്കാതെ വരുന്നതെന്ന് വിളിച്ച് പറയാന്ന് പറയുന്ന പോലെ സർപ്രൈസിന്റെ കേസൊക്കെ നമ്മൾ അറിയാതെ റിവീൽ ആയി പോകുമല്ലോ. ഇതിനെയാണ് എന്തെന്ന് പറയാ, ലെറ്റ് ദ ക്യാറ്റ് ഔട്ട് ഓഫ് ദ ബാഗ് എന്ന് പറയുന്നത്. ഓക്കെ, പിന്നെ വരുന്നത് ടേക്ക് ദ ബുൾ ബൈ ദ ഹോൺസ്. ഓക്കെ, ടേക്ക് ദ ബുൾ ബൈ ദ ഹോൺസ് അങ്ങനെ പറഞ്ഞാൽ എന്താണ്? ടു ഡീൽ വിത്ത് എ ഡിഫിക്കൽട്ട് സിറ്റുവേഷൻ ഇൻ എ ബ്രേവ് ആൻഡ് ഡയറക്റ്റ് വേ. അപ്പോൾ അതിനകത്തൊക്കെ ഉണ്ട്. അതായത് ടേക്ക് ദ ബുൾ ബൈ ദ ഹോൺസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താ, ഹോൺ അടിച്ച് നമ്മൾ ഈ എന്താ പറയുക, ബുള്ളിനെ നമ്മൾ മാറ്റുമല്ലോ, അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റുമല്ലോ. അപ്പോൾ അതിനെന്താ, അത് ആ ഒരു സിറ്റുവേഷൻ വെച്ച് നമുക്ക് നോക്കുമ്പോൾ ഏകദേശം കിട്ടും. എന്താണ് ഈ നല്ല ബ്രേവ് ആയിട്ട് ഒരു പ്രോബ്ലത്തിന് നമ്മൾ സോൾവ് ചെയ്യുന്നതിന്, അല്ലെ ഒരു പ്രോബ്ലത്തിന് സോൾവ് ചെയ്യുന്നതിനെയാണ് എന്തെന്ന് പറയുന്നത്, ടേക്ക് ദ ബുൾ ബൈ ദ ഹോൺസ് എന്ന് പറയുന്നത്. ഓക്കെ, പിന്നെ വരുന്നത് എന്താണ്? ക്രോക്കഡൈൽ ടിയേഴ്സ്. ഇത് വളരെ സിമ്പിളാണ്. അത് കേൾക്കുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും, മലയാളത്തിലും ഉണ്ട് അല്ലേ ഇത്. ക്രോക്കഡൈൽ ടിയേഴ്സ് എന്ന് പറയുന്നത് മുതലക്കണ്ണീർ ഒഴുക്കല്ലേ എന്ന് പറയും അല്ലേ. അപ്പോൾ നമുക്ക് കണ്ണീർ സീരിയലൊക്കെ കേൾക്കാൻ പറ്റുന്ന ഒരു ഡയലോഗാണ് മുതലക്കണ്ണീർ അല്ലേ. സോ ആ ഒരു സംഭവമാണ്. നിങ്ങൾക്ക് അറിയാം എന്താണ്, ഫേക്ക് ടിയേഴ്സ് ആണ് അല്ലേ. ഫേക്ക് ടിയേഴ്സ് ആണ് പറയുന്നത്. ഹി ഷെഡ് ക്രോക്കഡൈൽ ടിയേഴ്സ് അറ്റ് ഹിസ് റൈവൽസ് ഡിഫീറ്റ് അല്ലേ. അവരുടെ ഇപ്പോൾ നമ്മൾ അവൻ്റെ ശത്രു എന്താണ്, തോറ്റ സമയത്തെ ശത്രുവിൻ്റെ ഫെയിലിയറിൽ അവൻ എന്താണ്, മുതലക്കണ്ണീർ ഒഴുക്കുകയാണെന്ന് പറയുന്നത്. സന്തോഷമാണ് ഉള്ളിൽ, പക്ഷെ ചില ആൾ കരയുവാണ്. അതെന്താണ്? ക്രോക്കഡൈൽ ടിയേഴ്സ് ആണ്. ഓക്കെ, ഇത്രയാണ് കോമൺ ആയിട്ടുള്ള ഇഡിയംസ് എന്ന് പറയുന്നത്. അപ്പം നിങ്ങൾക്ക് ഏകദേശം ഒരു ഐഡിയ കിട്ടിയിട്ടുണ്ടാവല്ലോ. ഓക്കെ, ഇനിയിപ്പോൾ നമുക്ക് ബിസിനസ് ആൻഡ് വർക്ക് പ്ലേസ് ഇഡിയംസ് നോക്കാം. ഓക്കെ, നമുക്ക് എക്സാമിന് കോമൺ ആയിട്ട് ചോദിച്ചു വന്നിട്ടുള്ള നമുക്കൊരു വർക്ക് പ്ലേസിൽ വരുമ്പോഴുള്ള ഇഡിയംസ് ഏതൊക്കെയാണെന്നുള്ളതാണ്. ആൻഡ് ഗെറ്റ് ദ ബോൾ റോളിംഗ്. ഓക്കെ, ഫസ്റ്റ് വൺ ഇസ് ഗെറ്റ് ദ ബോൾ റോളിംഗ്. അങ്ങനെ പറഞ്ഞാൽ എന്താ, ടു സ്റ്റാർട്ട് സംതിങ്, ഒരു സംഭവം, എന്തെങ്കിലും ഒരു സംഭവം ഇനീഷ്യേറ്റ് ചെയ്യുന്നതിനെയാണ് എന്തെന്ന് പറയുന്നത്, ഗെറ്റ് ദ ബോൾ റോളിംഗ് എന്ന് പറയുന്നത്. ഓക്കെ, ദെൻ സെക്കൻഡ് വൺ ഇസ് കട്ട് കോർണേഴ്സ്. കട്ട് കോർണേഴ്സ് എന്ന് പറഞ്ഞാൽ എന്താണ്, ടു ഡു സംതിങ് ഇൻ ദ ഈസിയസ്റ്റ് ഓർ ഷീപ്പസ്റ്റ് വേ. ഓക്കെ, എന്താണ് ഈസിയസ്റ്റ് ഓർ ഷീപ്പസ്റ്റ് വേയിൽ എന്തെങ്കിലും ഒന്ന് ചെയ്തെടുക്കുക എന്നുള്ളതാണ്. ഓക്കെ, വളരെ ഈസി ആയിട്ട് ചെയ്യുന്നതിനെയാണ് കട്ട് കോർണേഴ്സ് എന്ന് പറയാം. ഓക്കെ, ദെൻ ബാക്ക് ടു ദ ഡ്രോയിങ് ബോർഡ്. എന്താണത്? ടു സ്റ്റാർട്ട് പ്ലാനിങ് സംതിങ് അഗെയിൻ ബിക്കോസ് ദ ഫസ്റ്റ് പ്ലാൻ ഫെയിൽഡ്. ആദ്യത്തെ ഒരു പ്ലാൻ ഫെയിൽ ആവുന്ന സമയത്ത് നമ്മൾ ഇത് ഒന്നിന്ന് തുടങ്ങുക അല്ലേ, പിന്നെയും പ്ലാൻ ചെയ്ത് വരുന്നതിനെയാണ് ഇതെന്ന് പറയാം, ബാക്ക് ടു ദ ഡ്രോയിങ് ബോർഡ്. ദെൻ ഫോർത്ത് വൺ, തിങ്ക് ഔട്ട്സൈഡ് ദ ബോക്സ്. ഓക്കെ, അതും ഏകദേശം ഒരു നമുക്ക് മീനിങ് എടുക്കാവുന്നേ ഉള്ളൂ അല്ലേ. തിങ്ക് ഔട്ട് ഓഫ് ദ ബോക്സ് എന്ന് പറഞ്ഞാൽ, ഔട്ട്സൈഡ് ദ ബോക്സ് എന്ന് പറഞ്ഞാൽ ടു തിങ്ക് ക്രിയേറ്റീവ്ലി ആൻഡ് അൺകൺവെൻഷനലി. ക്രിയേറ്റീവായിട്ട് നമ്മൾ എന്ത് ചെയ്യുക, കൂടുതൽ ചിന്തിക്കുന്നതിനാണ് എന്തെന്ന് പറയാം, തിങ്ക് ഔട്ട്സൈഡ് ദ ബോക്സ്. ഓക്കെ, ദെൻ ഇനി നമുക്ക് എന്ത് ചെയ്യാം, വേറെ ഓരോരോ കാര്യങ്ങളായിട്ട് കണക്ട് ചെയ്തിട്ടുള്ള ഇഡിയംസ് ആയിട്ട് ഇങ്ങനെ നോക്കി പോകാം. സോ നമ്മൾ ഇനി പോകുന്നത് ബോഡി പാർട്സ് ഇഡിയംസിലേക്കാണ്. ബോഡി പാർട്സ് ആയിട്ട് കണക്ട് ചെയ്ത് വരുന്ന ഇഡിയംസ് ഏതൊക്കെയാണ്? സോ ഫസ്റ്റ് വൺ, കോസ്റ്റ് ആൻഡ് ആം ആൻഡ് എ ലെഗ്. എന്താ പറയുക, കോസ്റ്റ് ആൻഡ് ആം ആൻഡ് എ ലെഗ്. ടു ബി എക്സ്ട്രീംലി എക്സ്പെൻസീവ്, വളരെ എക്സ്പെൻസീവ് ആയിട്ടുള്ളതിനാണ് എന്ത് പറയുക, കോസ്റ്റ് ആൻഡ് ആം ആൻഡ് എ ലെഗ് എന്ന് പറയാം. ടു എക്സ്ട്രീംലി, ദാറ്റ് ഈസ് എക്സ്ട്രീംലി എന്താണ്, എക്സ്പെൻസീവ്, വളരെ എക്സ്പെൻസീവ് ആയിട്ടുള്ള കാര്യം അല്ലേ. അതിന് ഇങ്ങനെയാണ് പറയുക, കോസ്റ്റ് ആൻഡ് ആം ആൻഡ് ലെഗ്. നമ്മളെ കൈയും കാലമൊക്കെ വിലക്ക് കൊടുക്കുക എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് എവിടത്തോളം എത്തി അല്ലേ. അപ്പോൾ അത് വെച്ചിട്ട് നമുക്ക് എന്ത് ചെയ്യാം, അതെങ്ങനെ കണക്ട് ചെയ്തിട്ട് പഠിക്കാം. പിന്നെ കീപ് യുവർ ഫിംഗേഴ്സ് ക്രോസ്ഡ്. എന്താണ്? ടു ഹോപ്പ് ഫോർ ഗുഡ് ലക്ക് ഓർ സക്സസ്. നമ്മൾ അല്ലാതെ തന്നെ യൂസ് ചെയ്യുന്നുണ്ട് അല്ലേ. ഫിംഗേഴ്സ് ക്രോസ്ഡ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണ്, നമ്മൾ ഗുഡ് ലക്ക് ഓർ സക്സസ് ഹോപ്പ് ചെയ്യുമ്പോഴാണ് നമ്മളിത് ചെയ്യുന്നതെന്ന് നിങ്ങൾക്ക് അറിയാം. ഓക്കെ, സോ എന്താണ്, കീപ് യുവർ ഫിംഗേഴ്സ് ക്രോസ്ഡ് ഇസ് to hope for good luck or success. And pull someone's leg. എന്ത് പറഞ്ഞാൽ എന്താ, to tease or joke with someone in a playful way. അപ്പോൾ നമ്മൾ സ്ഥിരം ചെയ്യുന്ന കാര്യമാണ് എന്ത്, to tease or joke with someone in a playful way.
പ്ലേഫുൾ ആയിട്ടുള്ള രീതിക്ക് എന്ത് ചെയ്യുക, ആരെങ്കിലും കളിയാക്കി. ഇത് സ്ഥിരമാണല്ലോ, നമുക്ക് അറിയുന്ന ഒരു കാര്യം തന്നെയാണ്. ഓക്കെ, ടേൺ എ ബ്ലൈൻഡ് ഐ ആണ് അടുത്തത്. ടേൺ എ ബ്ലൈൻഡ് ഐ എങ്ങനെ പറഞ്ഞാൽ എന്താ, ടു ഡെലിബറേറ്റ്ലി ഇഗ്നോർ സംതിങ് റോങ് ഓർ ഇൻഅപ്രോപ്രിയേറ്റ്. തെറ്റായ കാര്യം നമ്മൾ മനഃപൂർവ്വം അതിനെ എന്ത് ചെയ്യുക, ഇഗ്നോർ ചെയ്യുന്നതിന്. ഓക്കെ, അതായത് നമുക്ക് അത് കണ്ണടയ്ക്കാന്ന് പറയല്ലോ, നമ്മൾ അതിനെതിരെ നമ്മൾ എന്ത് ചെയ്യുക, കണ്ണടയ്ക്കാന്ന് പറയല്ലോ, അതാണ് ടേൺ എ ബ്ലൈൻഡ് ഐ എന്ന് പറയുന്നത്. ഇതൊക്കെയെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ കുറേയൊക്കെ എന്താ പറയുക, നമുക്കൊന്ന് ഇരുത്തി വായിച്ചാൽ മീനിങ് മനസ്സിലാക്കാവുന്നതേ ഉള്ളൂ. ഓക്കെ, ദെൻ ഇനി വരുന്നത് കളർ ബേസ്ഡ് ഇഡിയംസ് ആണ്. ഞാൻ പറഞ്ഞു ഓരോ രീതിക്കും നമുക്ക് പല രീതിക്ക് ഇഡിയംസിനെ പലതുമായിട്ടും കണക്ട് ചെയ്ത് പഠിക്കാൻ വേണ്ടിയിട്ട് പറ്റും. പിന്നെ നമുക്ക് കുറച്ച് കളർ ബേസ്ഡ് ഇഡിയംസ് നോക്കാം. ഫസ്റ്റ് വൺ, ഗ്രീൻ തമ്പ്. എന്താണ് ഗ്രീൻ തമ്പ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, നാച്ചുറൽ സ്കിൽ ഇൻ ഗാർഡനിങ്, എബിലിറ്റി ടു മേക്ക് പ്ലാന്റ്സ് ഗ്രോ വെൽ. ഓക്കെ, അതാണ് എന്ത് ഗ്രീൻ തമ്പ് എന്ന് പറയുന്നത്. അതായത് ചിലർക്ക് നാച്ചുറൽ ആയിട്ടൊരു സ്കിൽ ഉണ്ടായിരിക്കും അല്ലേ, ഗാർഡനിങ്ങിലൊക്കെ. അതായത് ഇപ്പോൾ അവർ എന്താ പറയുക, അവർ നോക്കുന്ന ചെടികളും കാര്യങ്ങളൊക്കെ എന്താ പറയുക, നാച്ചുറലി അത് നല്ല രീതിക്ക് ഗ്രോ ചെയ്യും. അതിന് പ്രത്യേകിച്ച് വേറെ ഒന്നിൻ്റെയും ആവശ്യം ഉണ്ടാവില്ല. ഓക്കെ, സോ ഇതിന് എക്സാമ്പിൾ ആയിട്ട് പറയണം, മൈ ഗ്രാൻഡ് മദർ ഈസ് എ ഗ്രീൻ തം, ഹെർ ഗാർഡൻ ഈസ് ഓൾവേസ് ബ്ലൂമിങ്. ചിലർ എന്താ പറയുക, നമ്മുടെ പഴയ രീതിക്കൊക്കെ പറയുകയാണെങ്കിൽ എന്താ പറയുക, അന്ധവിശ്വാസ രീതിക്ക് പറയും, ചിലർ ചെടി തൊട്ടിട്ടുണ്ടെങ്കിൽ അത് കരിഞ്ഞു പോകും, അല്ലെങ്കിൽ ചിലർ ചെടി വെച്ചാൽ അത് വളരെ നന്നായിട്ട് ഉണ്ടാവും എന്നൊക്കെ പറയും. അപ്പം ആ ഒരു രീതിക്ക് നല്ല രീതിക്ക് ഗാർഡനിങ് ചെയ്യാൻ പറ്റുന്നവരെയാണ് ഗ്രീൻ തമ്പ് എന്ന് പറയാം. ഓക്കെ, പിന്നെ വരുന്നത് റോൾ ഔട്ട് ദ റെഡ് കാർപ്പറ്റ്. അങ്ങനെ പറഞ്ഞാൽ എന്താ, ടു ഗിവ് സ്പെഷ്യൽ ട്രീറ്റ്മെന്റ് ടു ആൻ ഇമ്പോർട്ടൻറ്റ് ഗസ്റ്റ് വെൽക്കം വാംലി. അത് നമുക്കറിയാം, റെഡ് കാർപ്പറ്റ് എന്നൊക്കെ വരുമ്പോൾ തന്നെ ഏകദേശം ഓപ്ഷനിൽ ഇത് കാണുമ്പോൾ നിങ്ങൾക്ക് അത് കണക്ട് ചെയ്യാൻ വേണ്ടി പറ്റും അല്ലേ. എന്താണ് ഒരു സ്പെഷ്യൽ ട്രീറ്റ്മെൻറ്റ്, ഒരു ഇമ്പോർട്ടൻറ്റ് പേഴ്സണ് സ്പെഷ്യൽ ട്രീറ്റ്മെൻറ്റ് കൊടുക്കുന്നതിനെയാണ് നമ്മൾ അങ്ങനെ പറയുന്നത്. പിന്നെ ഔട്ട് ഓഫ് ദ ബ്ലൂ. എന്താണ് ഔട്ട് ഓഫ് ദ ബ്ലൂ, അൺഎക്സ്പെക്റ്റഡ്ലി, വിത്തൗട്ട് വാർണിംഗ് ഓർ പ്രിയർ ഇൻഡിക്കേഷൻ ഇല്ലാതെ എന്ത് ചെയ്യാണ് ഒരു സംഭവം നടക്കുന്നത്, അല്ലെ അൺഎക്സ്പെക്റ്റഡ് ആയിട്ട് നടക്കുന്ന സംഭവത്തിനെയാണ് ഔട്ട് ഓഫ് ദ ബ്ലൂ എന്ന് പറയാം. ഓക്കെ, ഇനി ഗോൾഡൻ ഓപ്പർച്യൂണിറ്റി. ഗോൾഡൻ ഓപ്പർച്യൂണിറ്റി ഓഫ് കോഴ്സ് വി നോ അല്ലേ, എന്താണ് വെരി ഫേവറബിൾ ചാൻസ് ഓർ ഒക്കേഷൻ ദാറ്റ് ഷുഡ് നോട്ട് ബി മിസ്ഡ്. ഓക്കെ, നമ്മൾ ഗോൾഡൻ ഓപ്പർച്യൂണിറ്റി ആണ്, കളയരുത് നമ്മൾ എപ്പോഴും പറയും അല്ലേ. സോ അതാണ് എന്തെന്ന് പറയുന്നത്, ഗോൾഡൻ അതാണ് ഈ ഒരു മീനിങ്ങിൻ്റെ ഇഡിയത്തിൻ്റെ അർത്ഥം എന്ന് പറയുന്നത്, എ വെരി ഫേവറബിൾ ചാൻസ്. ഓക്കെ, ദെൻ ഇനി നമുക്ക് ഫുഡ് ആൻഡ് കുക്കിംഗ് ആയിട്ട് റിലേറ്റ് ചെയ്ത് വരുന്ന ഇഡിയംസിലേക്ക് പോകാം. ഓക്കെ, ഫുഡ് ആൻഡ് കുക്കിംഗ് ഐറ്റംസ് അല്ലെങ്കിൽ കുക്കിംഗ് ആയിട്ട് റിലേറ്റ് ചെയ്ത് വരുന്ന ഇഡിയംസ്. ഓക്കെ, സോ പീസ് ഓഫ് കേക്ക്. ഓക്കെ, അതെന്താണ്, സംതിങ് വെരി ഈസി ടു ഡു, വളരെ ഈസി ആയിട്ട് ചെയ്യാൻ പറ്റുന്ന കാര്യത്തിനാണ് നമ്മൾ എന്ത് പറയുക, പീസ് ഓഫ് കേക്ക് എന്ന് പറയാം. ദെൻ ബട്ടർ സമ്മൺ അപ്പ്. ഇത് നിങ്ങൾക്ക് മേ ബി അറിയായിരിക്കും, ചിലർക്ക് അറിയില്ലായിരിക്കും. പക്ഷെ മലയാളത്തിൽ നമുക്ക് നന്നായിട്ട് അറിയുന്ന ഒരു എന്താണ് ഇഡിയമാണിത്. എന്താണ്, സോപ്പിടുക പറയും, സോപ്പിടല്ലേ എന്ന് പറയും അല്ലേ. ആ സോപ്പിടുക എന്നുള്ളത് ഇംഗ്ലീഷിൽ പറയുന്നതാണ് ബട്ടർ സമ്മൺ അപ്പ്. ഓക്കെ, ബട്ടറിങ് അപ്പ് എന്ന് പറയുന്നത് എന്താണ്, ടു പ്രൈസ് ഓഫ് ഫ്ലേറ്റർ സമ്മൺ എക്സസീവ്ലി ടു ഗെയിൻ ഫേവർ. എന്തെങ്കിലും ഒന്ന് കിട്ടാൻ വേണ്ടിയിട്ട് സോപ്പിടുക, അതാണ് ബട്ടർ സമ്മൺ അപ്പ്. ആൻഡ് എ ഹാർഡ് നട്ട് ടു ക്രാക്ക്. എന്താണ് ഹാർഡ് നട്ട് ടു ക്രാക്ക്, അവിടെ തന്നെ ഉണ്ട് അതിൻ്റെ മീനിങ്. എന്താ, സംതിങ് ഡിഫിക്കൾട്ട് അല്ലേ, എ ഡിഫിക്കൽട്ട് പ്രോബ്ലം ഓർ പേഴ്സൺ ഡീൽ വിത്ത്. സോ എന്താ പറയുക, വളരെ ഡിഫിക്കൽട്ടായിട്ട് ഡീൽ ചെയ്യാൻ പറ്റുന്ന ഒരു പേഴ്സൺ അല്ലെങ്കിൽ ഒരു പ്രോബ്ലം, അതിനെയാണ് എന്തെന്ന് പറയുന്നത്, ഹാർഡ് നട്ട് ടു ക്രാക്ക് എന്ന് പറയുന്നത്. ദെൻ അടുത്തതാണ് സ്പിൽ ദ ബീൻസ് എന്ന് പറയുന്നത്. സ്പിൽ ദ ബീൻസ് അതിൻ്റെ എന്താണ് അർത്ഥം, അത് മനസ്സിലാവുന്നല്ലോ. ടു റിവീൽ സീക്രട്ട് ഇൻഫർമേഷൻ അൺഇൻറ്റൻഷനലി ഓർ ഡിസ്ക്രീറ്റ്ലി. ഓക്കെ, അതായത് എന്താണ്, നമ്മളൊരു സീക്രട്ട് നമ്മൾ അൺഇൻറ്റൻഷണൽ ആയിട്ട് റിവീൽ ചെയ്യുന്നതിനാണ് എന്തെന്ന് പറയുന്നത്, സ്പിൽ ദ ബീൻസ് എന്ന് പറയുന്നത്. ഓക്കെ, സോ അടുത്തതാണ് ബൈറ്റ് ഓഫ് മോർ ദാൻ യു ക്യാൻ ച്യൂ. ബൈറ്റ് ഓഫ് മോർ ദാൻ യു ക്യാൻ ച്യൂ എന്താണത്, ടു ടേക്ക് ഓൺ മോർ റെസ്പോൺസിബിലിറ്റി ദാൻ വൺ ക്യാൻ ഹാൻഡിൽ. അതായത് നിങ്ങൾക്ക് താങ്ങാൻ പറ്റുന്നതിൽ കൂടുതൽ, നിങ്ങൾക്ക് എടുക്കാൻ പറ്റുന്നതിന് അപ്പുറം റെസ്പോൺസിബിലിറ്റി എടുക്കുന്നതിനെയാണ് എന്തെന്ന് പറയുക, ബൈറ്റ് ഓഫ് മോർ ദാൻ യു ക്യാൻ ച്യൂ. ഓക്കെ, നമുക്ക് ചവയ്ക്കാൻ പറ്റുന്നതിന് അപ്പുറം കടിക്കരുതെന്ന്. ഓക്കെ, അതാണ് അതിൻ്റെ എന്തെന്ന് പറയുന്നത് ലിറ്ററൽ മീനിങ്. അതിൻ്റെ ഇന്നർ മീനിങ് വരുമ്പോൾ നിങ്ങൾക്ക് ഏകദേശം അത് കണക്ട് ചെയ്യാൻ പറ്റുന്നുണ്ടല്ലോ. ഓക്കെ, ദെൻ ഐസിങ് ഓൺ ദ കേക്ക് എന്താ പറയുന്നത്, ആൻ അഡീഷണൽ ബെനിഫിറ്റ് ഓർ പോസിറ്റീവ് ആസ്പെക്ട് സംതിങ് ഓൾറെഡി ഗുഡ്. ഓക്കെ, അതായത് നല്ലൊരു സാധനം, ഓക്കെ, നല്ലൊരു സാധനം, അതിൻ്റെ മേലേക്ക് ഒരു അഡീഷണൽ ആയിട്ടൊരു പോസിറ്റീവ് സംഭവം കൂടി വരുന്നത് അല്ലേ, അതിനെയാണ് എന്തെന്ന് പറയുന്നത് ഐസിങ് ഓൺ ദ കേക്ക്. ഓക്കെ, അത് അതിൽ തന്നെ ഉണ്ട്, കേക്കിൻ്റെ മുകളിൽ എന്ത് ചെയ്യുക, ഐസ് കൂടിയിട്ട് ഐസ്ക്രീം അത് ഇട്ടിട്ടുണ്ടെങ്കിൽ എന്താ, അത് കുറച്ചുകൂടി ബെറ്റർ ആവുകയാണ് അല്ലേ. അപ്പം അതിന് എന്താ പറയുക, ഓൾറെഡി അത് നല്ലതാണ്, അതിൻ്റെ കൂട്ടത്തിലേക്ക് അതിനൊരു എക്സ്ട്രാ ഒരു പോസിറ്റീവ് സാധനം കൂടി അല്ലേ, അതിനെയാണ് എന്തെന്ന് പറയുന്നത് ഐസിങ് ഓൺ ദ കേക്ക്. ഓക്കെ, ഇനി ഇപ്പോൾ നമ്മൾ ഫുഡ് ഐറ്റംസ് ആയിട്ടുള്ളതൊക്കെ റിലേറ്റ് ചെയ്തതെല്ലാം കഴിഞ്ഞു. ഇനി നമുക്ക് വെദർ ആൻഡ് നേച്ചർ
ആയിട്ട് റിലേറ്റ് ചെയ്ത് വരുന്ന ഇഡിയംസ് നോക്കാം. ഓക്കെ, സോ വെദർ ആൻഡ് നേച്ചർ ഇഡിയംസ്. അതിനകത്ത് വരുന്നത് എവ്രി ക്ലൗഡ് ഹാസ് എ സിൽവർ ലൈനിങ്. ഫസ്റ്റ് വൺ ഇസ് എവ്രി ക്ലൗഡ് ഹാസ് എ സിൽവർ ലൈനിങ്. അതിന്റെ മീനിങ് എന്താണ്? എവ്രി ഡിഫിക്കൽട്ട് സിറ്റുവേഷൻ ഹാസ് സം പോസിറ്റീവ് ആസ്പെക്ട്. ദർ ഇസ് എ ഹോപ്പ് ഇൻ അഡ്വേഴ്സിറ്റി. അതായത് നമുക്കത് വായിക്കുമ്പോൾ തന്നെ മനസ്സിലാവും അല്ലേ, എന്താണ് എല്ലാ ഡിഫിക്കൽട്ട് ആയിട്ടുള്ള സിറ്റുവേഷനും എന്തുണ്ട്, ഒരു പോസിറ്റീവ് ആയിട്ടുള്ള ആസ്പെക്ട് എന്തായാലും ഉണ്ടാവും അല്ലേ. അപ്പോൾ നമുക്കത് ലൈഫിലേക്ക് കൊടുക്കാം. നമ്മൾ ലൈഫിൽ എന്തൊരു നെഗറ്റീവ് സംഭവം സംഭവിച്ചാൽ എന്താ, അതിന് ഭാവിയിൽ നമുക്ക് ഇപ്പം മനസ്സിലായില്ലെങ്കിലും ഭാവിയിൽ നമുക്ക് മനസ്സിലാവും അന്ന് അത് സംഭവിച്ചാൽ നന്നായി അല്ലെ, അതിനൊരു പോസിറ്റീവ് ആസ്പെക്ട് ഉണ്ട്. അത് അപ്പം നമുക്ക് കണ്ടില്ലെങ്കിലും പിന്നെ കാണാൻ പറ്റും. അതേപോലെ ഒരു സംഭവമാണ് എന്ത്, അങ്ങനത്തെ സംഭവങ്ങളെ പറയാനുള്ളൊരു സംഭവമാണ് എന്ത്, എവ്രി ക്ലൗഡ് ഹാസ് എ സിൽവർ ലൈൻ. ദെൻ നെക്സ്റ്റ് ഞാൻ പറയാൻ പോകുന്നത് നിങ്ങൾ വളരെ കേട്ട് പരിചയമുള്ള ഒന്നായിരിക്കും. ഏതാണ്? സ്റ്റോം ഇൻ എ ടീക്കപ്പ്. സ്റ്റോം ഇൻ എ ടീക്കപ്പ് ഇത് നമ്മൾ അങ്ങനെ യൂസ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു സംഭവം തന്നെയാണ്. പലപ്പോഴായിട്ട് പല ഒക്കേഷനിൽ നമ്മൾ പറയാറുള്ളതാണ്. എ ലോട്ട് ഓഫ് അൺനെസസറി ആങ്കർ ഓർ വറി അബൌട്ട് സംതിങ് അൺഇമ്പോർട്ടൻറ്റ് അല്ലേ, അൺഇമ്പോർട്ടൻറ്റ് മച്ച് ഡു അബൌട്ട് നത്തിങ്. ഓക്കെ, അതായത് നമ്മൾ എന്താ പറയുക, ഒരു അൺനെസസറി ആയിട്ടുള്ള കാര്യത്തിന് വല്ലാതെ ഊതിപ്പെരുപ്പിച്ച് ഭയങ്കര ഒരു പ്രശ്നമാക്കുക അല്ലെ, ഭയങ്കരമായിട്ടുള്ളൊരു ദേഷ്യം അല്ലെങ്കിൽ വറീസ് കാണിക്കുക എന്നുള്ളത് ചെറിയ മാറ്റർ ആയിരിക്കും, പക്ഷെ അതിന് ഭയങ്കരമായിട്ടുള്ള ആങ്കർ കാണിക്കുക. അങ്ങനത്തെ ഇതിനെയാണ് എന്താ പറയുക, സ്റ്റോം ഇൻ എ ടീക്കപ്പ് എന്ന് പറയുന്നത്. ഓക്കെ, അടുത്തായിട്ട് വരുന്നതാണ് ബ്രേക്ക് ദ ഐസ്. ബ്രേക്ക് ദ ഐസ് എന്ന് പറഞ്ഞാൽ നിങ്ങൾക്കറിയാം, ഐസ് ബ്രേക്കിംഗ് സെഷൻ ഒക്കെ നിങ്ങൾ കേട്ടിട്ടുണ്ടാവും അല്ലേ, അത് എന്താ പറയുക നമ്മൾ അറ്റൻഡ് ചെയ്തിട്ടുണ്ടാവും. അപ്പോൾ അതാണ്, അത് തന്നെയാണ് ഇതും. എന്താണ്? ടു ഇനീഷ്യേറ്റ് കോൺവെർസേഷൻ ഓഫ് ആൻ ഔക്വേർഡ് ഓർ ടെൻസ് സിറ്റുവേഷൻ ടു മേക്ക് പീപ്പിൾ ഫീൽ കംഫർട്ടബിൾ അല്ലേ. നമ്മൾ ആൾക്കാർ കംഫർട്ട് ആക്കാൻ വേണ്ടി ആ ഒരു ടെൻസ് സിറ്റുവേഷൻ ഒന്ന് എന്താ പറയുക, ഒന്ന് ഓക്കെ ആക്കാൻ വേണ്ടിയിട്ട് നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്ന കോൺവെർസേഷൻ, അതാണ് എന്തെന്ന് പറയുന്നത് ബ്രേക്ക് ദ ഐസ് എന്ന് പറയുന്നത്. ഓക്കെ, ദെൻ വരുന്നത് അണ്ടർ ദ വെദർ. അണ്ടർ ദ വെദർ എന്താണ്? ഫീലിംഗ് അൺവെൽ ഓർ സ്ലൈറ്റ്ലി ഇൽ, നോട്ട് ഇൻ എ ഗുഡ് ഹെൽത്ത്. ഓക്കെ, ചെറിയ രീതിക്ക് തീരെ വയ്യായികല്ല, ചെറിയ രീതിക്ക് നമുക്ക് ചെറിയ ഇൽനെസ് ഒക്കെ വരുമല്ലോ, അതിനെയാണ് നമ്മൾ എന്താ പറയുക, അണ്ടർ ദ വെദർ എന്ന് പറയാം. ഓക്കെ, ഇപ്പൊ നമ്മൾ പല ടൈപ്പ് ഓഫ് ഇഡിയംസ് പറഞ്ഞു അല്ലെ. ഫുഡായിട്ട് റിലേറ്റ് ചെയ്തത് പറഞ്ഞു, ആനിമൽ ആയിട്ട് റിലേറ്റ് ചെയ്തത് പറഞ്ഞു, അതേപോലെ ബോഡി പാർട്സ് ആയിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ളത് പറഞ്ഞു. ഇങ്ങനെ ഓരോരോ ടൈപ്പ് ഓഫ് ഇഡിയംസ് നമ്മൾ പറഞ്ഞു. ഓക്കെ, ഇനി നമ്മൾ കുറച്ച് മെമ്മറി ടെക്നിക്സ് നിങ്ങൾക്ക് പറഞ്ഞു തരാനാണ് ഉദ്ദേശിക്കുന്നത്. അതായത് എങ്ങനെ ഈ ഒരു ഇഡിയംസിനെ നമ്മൾ സ്ട്രാറ്റജിക് ആയിട്ട് എങ്ങനെ അതിനു വേണ്ടി പ്രിപ്പയർ ചെയ്യാം, എങ്ങനെ അതിൻ്റെ സ്കോഴ്സ് നമുക്ക് എന്ത് ചെയ്യാം, കൈക്കലാക്കാം എന്നുള്ളതാണ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. സോ ഫസ്റ്റ് ഓഫ് ഓൾ നിങ്ങൾക്ക് ട്രൈ ആവുന്ന ഒരു മെത്തേഡ് വിഷ്വലൈസേഷൻ മെത്തേഡാണ്. ഓക്കെ, വിഷ്വലൈസേഷൻ മെത്തേഡ് ഇവിടെ എന്ന് പറയുമ്പോൾ നമ്മൾ എന്ത് ചെയ്യുക, ക്രിയേറ്റ് മെന്റൽ ഇമേജസ് ഓഫ് ഈച്ച് ഇഡിയം. ഫോർ റെയിനിങ് കാറ്റ്സ് ആൻഡ് ഡോഗ്സ് നമ്മൾ പറഞ്ഞില്ലേ, റെയിനിങ് കാറ്റ്സ് ആൻഡ് ഡോഗ്സ് ഹെവി റെയിനിന് വേണ്ടി പറയുന്നതാണ്. അതെന്ത് ചെയ്യുക, വിഷ്വലൈസ് ചെയ്യുക. നിങ്ങൾ മൈൻഡിൽ വിഷ്വലൈസ് ചെയ്തിട്ട് പഠിക്കാം. ഓരോ കാര്യം മൈൻഡിൽ വിഷ്വലൈസ് ചെയ്തിട്ട് ഓക്കെ ഇതാണെന്ന് കണക്ട് ചെയ്ത് പഠിക്കാം. ഓക്കെ, പിന്നെ അതേപോലെ സ്റ്റോറി അസോസിയേഷൻ, സ്റ്റോറി ആയിട്ട് ലിങ്ക് ചെയ്യുക. എന്ത് ചെയ്യുക, ലിങ്ക് ഇഡിയംസ് ടു പേഴ്സണൽ എക്സ്പീരിയൻസസ് ഓർ ക്രിയേറ്റ് ഷോർട്ട് സ്റ്റോറീസ്. ഒന്നെങ്കിൽ നിങ്ങൾ ഏതെങ്കിലും ഇഡിയം പഠിക്കുമ്പോൾ ഓക്കെ എൻ്റെ പേഴ്സണൽ സിറ്റുവേഷനിൽ ഞാൻ അന്ന് അവിടെ ഇത് പറഞ്ഞാൽ മതിയായിരുന്നു എന്നുള്ള രീതിക്കോ, അല്ലെങ്കിൽ എന്ത് ചെയ്യാം, സ്റ്റോറീസ് സ്വയം ക്രിയേറ്റ് ചെയ്യുക. ഇങ്ങനത്തെ സ്റ്റോറീസ് എന്നിട്ട് കുട്ടി കുട്ടി സ്റ്റോറീസ് ഒക്കെ ക്രിയേറ്റ് ചെയ്തിട്ടോ ഇഡിയംസിനെ ഓർത്ത് വെക്കുക. മൂന്നാമത്തെ ഒരു രീതി എന്ന് പറഞ്ഞാൽ കാറ്റഗറി ഗ്രൂപ്പിംഗ്. ഈ രീതിക്കാണ് നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്തത്. എന്ത് ചെയ്തു, ഓർഗനൈസ് ഇഡിയംസ് ബൈ തീംസ് അല്ലെ. ഓരോ തീംസിനനുസരിച്ചിട്ട് ആനിമൽസ് ആയിട്ട്, കളേഴ്സ് ആയിട്ട്, ബോഡി പാർട്സ് ആയിട്ട്, ഫുഡ് ആയിട്ട്, ഇങ്ങനെയൊക്കെ എന്ത് ചെയ്യാം, ഓരോ തീംസ് ആയിട്ട് വെച്ചിട്ട് ഡിവൈഡ് ചെയ്ത് വെച്ചിട്ട് പഠിക്കാം. ഓക്കെ, അത് ഒരു നല്ല മെത്തേഡ് തന്നെയാണ് കേട്ടോ. പിന്നെ വരുന്നത് കോണ്ടെക്സ്ച്വൽ പ്രാക്ടീസ്. ഓക്കെ, ഒറിജിനൽ സെൻറ്റൻസസ് എന്ത് ചെയ്യുക, റൈറ്റ് ഒറിജിനൽ സെൻറ്റൻസസ് യൂസിങ് ന്യൂ ഇഡിയംസ്. ഓക്കെ, പുതിയ ഇഡിയംസ് യൂസ് ചെയ്ത് ഓരോ ഇഡിയംസ് യൂസ് ചെയ്തിട്ട് എന്ത് ചെയ്യുക, ഒറിജിനൽ ആയിട്ടുള്ള സെൻറ്റൻസുകൾ ഫോം ചെയ്തിട്ട് അല്ലെങ്കിൽ ഒരു കോണ്ടെക്സ്റ്റിലേക്ക് അതിനെ കൊണ്ടുവന്നിട്ട് എന്ത് ചെയ്യുക, പഠിക്കുക എന്നുള്ളത്. ഫിഫ്ത്ത് വൺ ഇസ് റെഗുലർ റിവിഷൻ സ്കെഡ്യൂൾ. എന്ന് റിവൈസ് ചെയ്യുക. ഓക്കെ, റിവ്യൂ ലേൺഡ് ഇഡിയംസ് യൂസിങ് സ്പേസ്ഡ് റിപ്പിറ്റേഷൻ. അതായത് എന്താണ്, ഇപ്പം ഒരു സ്പേസ് ഇട്ട് നിങ്ങൾക്ക് ഡേ 1 ഒന്ന് പഠിച്ച് ഡേ 2 ഇല്ല, പിന്നെ ഡേ 3 ഡേ 7 അങ്ങനത്തെ ലെവലിൽ എന്ത് ചെയ്യാം, നിങ്ങളിങ്ങനെ സ്പേസ് ഇട്ടിട്ട് പഠിക്കാം. ഓക്കെ, ഇപ്പോൾ അതേപോലെ തന്നെ നിങ്ങൾക്ക് വേറെയും ഒരുപാട് മെത്തേഡ്സ് നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ഇഡിയംസ് പഠിക്കാൻ വേണ്ടിയിട്ട് നിങ്ങൾക്ക് ട്രൈ ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും. ഓക്കെ, സോ ഇഡിയംസ് അത്രയും എളുപ്പമാണ്. നമുക്ക് ചില വളരെ ടഫായിട്ടുള്ള, നമുക്ക് ട്രിക്കി ആയിട്ട് തോന്നുന്ന ഇഡിയംസിനെ മാത്രം നിങ്ങൾ എന്ത് ചെയ്യുന്നത്, ഫോക്കസ് ചെയ്ത് പഠിക്കുക. ബാക്കി ഒറ്റ വായനയിൽ കിട്ടുന്നൊക്കെ ആണെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുക, ജസ്റ്റ് ഒന്ന് വിഷ്വലൈസ് ചെയ്ത് കണക്ട് ചെയ്ത് വെച്ചാലും മതി. ഓക്കെ, സോ അത്രയും സിമ്പിൾ ആയിട്ടുള്ള ഒരു പോർഷൻ ആണ് ഇത്. സിമ്പിൾ ആണോ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ സിമ്പിൾ ആണ്, എന്നാൽ കുറച്ച് ഡിഫിക്കൽട്ടും ആണ്. ഓക്കെ, അപ്പോൾ നമ്മൾ മുന്നേ സിനോണിംസ് ആൻഡ് ആന്റണിംസ് എടുക്കുമ്പോൾ ഞാൻ പറഞ്ഞിട്ടുണ്ട്, എന്താ പറയുക, ഇതൊക്കെ എന്ന് പറഞ്ഞാൽ കുറച്ച് ട്രിക്കി ആയിരിക്കും. ചോദ്യങ്ങൾ വരുമ്പോൾ കുറച്ച് ട്രിക്കി ആയിരിക്കും, എന്നാലും നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, നല്ല രീതിക്ക് ആൻസർ ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും. ഓക്കെ, സോ എന്ത് ചെയ്യുക, ഇത് നന്നായിട്ട് പ്രിപ്പയർ ചെയ്യുക. ആൻഡ് കൂടുതൽ ഇൻഫർമേഷൻസിനും ഇതുപോലെയുള്ള എന്താ പറയുക ക്ലാസ്സുകൾക്കും വേണ്ടിയിട്ട് നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിടുക. ഓക്കെ, താങ്ക് യു.